बिल्डिंग बना दे, स्कूल बना दे। നമ്മുടെ രാജ്യം സാമ്പത്തിക വളർച്ച, സാങ്കേതിക വിദ്യ, അതുപോലെ തന്നെ ബഹിരാകാശ ഗവേഷണം ഇതിലെല്ലാം വലിയ മുന്നേറ്റം നേടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടോക്ക്. बहुत दिक्कत होता है, बहुत दिक्कत होता है। क्या कहना चाहोगे सरकार से? बिल्डिंग बना दे, तकलीफ होता है बहुत। पढ़ने में बारिश होता है तो इधर उधर भागना पड़ता है, धूप भी लगता है तो भागना पड़ता है इधर उधर। बिल्डिंग बना दे, स्कूल बना दे। മേൽക്കൂര പോലും ഇല്ലാത്ത സ്കൂളുകൾ, അടിസ്ഥാന സൗകര്യം ഒട്ടുമില്ല. ഒരു മഴ വന്നാൽ പോലും എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. ആ കുട്ടികൾ ചോദിക്കുന്നത് കേട്ടില്ലേ, ഒരു സ്കൂളെങ്കിലും കെട്ടിത്തരുമെന്നുള്ളത്. ഇതാണോ നമ്മുടെ രാജ്യത്തിന്റെ മുന്നേറ്റം? ഇതുപോലെ സൗകര്യമില്ലാത്ത ഒരുപാട് സ്കൂളുകൾ നമ്മുടെ ഇന്ത്യയിലുണ്ട്. അതിലേറ്റവും കൂടുതലുള്ള UP, ബീഹാർ, ഒഡീസ, മധ്യപ്രദേശ് ഈ ഇടങ്ങളിലാണ്. നമ്മുടെ ഇന്ത്യയിലെ വിദ്യാഭ്യാസ മേഖലകളെല്ലാം തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രൈവറ്റ് സ്കൂളുകളൊക്കെ പൊന്തിക്കൊണ്ടിരിക്കുകയാണ്. ദാരിദ്ര്യം, വിദ്യാഭ്യാസം, തൊഴിലില്ലായ്മ നമ്മുടെ നാട്ടിലാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും മുന്നോടിയായിട്ടുള്ള ആൾക്കാർ ഈ കാര്യങ്ങൾ എന്താ ശ്രദ്ധിക്കാത്തത്? സാമ്പത്തിക മേഖലയിൽ നമ്മുടെ രാജ്യം മുന്നിലാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അത് പണക്കാർ മാത്രമാണ് മുന്നിലാവുന്നത്. പണക്കാരെ മക്കൾ മാത്രം പഠിച്ചാൽ മതിയോ നമ്മുടെ നാട്ടിൽ? എന്താ പാവപ്പെട്ടവരുടെ മക്കളൊന്നും പഠിക്കണ്ടേ? പണക്കാരിപ്പോഴും നല്ല പണക്കാരായി കൊണ്ടേയിരിക്കണ്, ദരിദ്രർ അതിനേക്കാളും താഴ്ന്നുകൊണ്ടേയിരിക്കുന്നത്. ഇതിനൊക്കെ കാരണം എന്താണ്? വിദ്യാഭ്യാസ യോഗ്യത പോലും നമ്മുടെ നാട്ടിലെ പാവങ്ങൾക്കില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവർക്ക് എന്ത് വിലയുള്ളത്? അവർ ചെയ്ത വോട്ടിന് എന്ത് കാര്യമുള്ളത്? പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഉള്ള വോട്ടൊക്കെ കള്ളോട്ടല്ലേ. പിന്നെ ആ വോട്ടിൻ്റെ വാല്യൂ എങ്ങനെ മനസ്സിലാവാനാ?